നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ പരമാവധി ആളുകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചെറുതും വലുതുമായ സംഭാവനകൾ, പരസ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സർക്കാർ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രത്യേക ടൈറ്റിലൊന്നും ഇല്ലാതെ തന്നെ DA, ശമ്പള പരിഷ്കരണം, ലീവ് സറണ്ടർ, അതുപോലെ തന്നെ DR തുടങ്ങി നിരവധി വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ ഇതിന് വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ കിട്ടിയത്. ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ വളരെ സാധാരണ ഉദ്യോഗസ്ഥർ വരെ ഞങ്ങളെ വിശ്വസിക്കുകയും ഞങ്ങളുടെ വാർത്തകൾ കാണുകയും ഒക്കെ ചെയ്യുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അത് റിലയബിളാണ് എന്നൊരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് രംഗം എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ ടൈറ്റിലിൽ തന്നെ കേരളത്തിലെ സർവീസ് സ്റ്റോറി എന്നുള്ള ഒരു ടൈറ്റിലിൽ തന്നെ ഞങ്ങൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ്. പെൻഷൻ പ്രായം കൂട്ടുമോ എന്നൊരു ചോദ്യം എന്നോട് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ പെൻഷൻ പ്രായം ശരിക്കും കൂട്ടേണ്ടത് പങ്കാളിത്ത പെൻഷൻ ഉള്ളവർക്ക് 60 വയസ്സാണ്, അത് കൂട്ടലല്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനുള്ള 2013 മുമ്പേ സംസ്ഥാനത്ത് ജോയിൻ ചെയ്തിട്ടുള്ള 56 വയസ്സിൽ നിൽക്കുന്നവർക്ക് 60 വയസ്സാക്കുമോ എന്നുള്ളതാണ് ഈ പെൻഷൻ പ്രായം കൂട്ടുമോ എന്നുള്ള ചോദ്യം. പക്ഷേ ഇപ്പോൾ കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് പീസായിട്ട് കൂട്ടുകയാണ്. അപ്പോൾ പീസായിട്ട് പെൻഷൻ കൂട്ടുന്നത് കൊണ്ടുള്ള ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. ഗുണമെന്ന് പറയുന്നത് ഇത് ആരും അറിയത്തില്ല. ഓരോ മന്ത്രിസഭയിൽ ഇപ്പോൾ ഒരു വകുപ്പിലേക്ക് കൂട്ടി. ഇന്നലെ KMML കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൻ്റെ പെൻഷൻ പ്രായം 60 ആക്കി, അതങ്ങ് കൂട്ടി. ഡോക്ടർമാരുടെ നേരത്തെ കൂട്ടി. ഇനിയിപ്പോൾ വെറ്റിനറി ഡോക്ടർമാരുടേത് കൂട്ടണം. കാരണം 313 പേര് ഇപ്പോൾ റിട്ടയർ ആവും. അവർ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ മെഡിക്കൽ സംരക്ഷണ വകുപ്പ് പൊളിഞ്ഞു പോകും, അത് നശിച്ച് പിന്നെ ആ വകുപ്പ് കൊണ്ട് പ്രയോജനമില്ല എന്നൊക്കെ പറഞ്ഞ്. കാരണം ന്യൂജൻ അസുഖങ്ങൾ ഒരുപാട് വരുന്നുണ്ട് പശുക്കൾക്ക്. അങ്ങനെ അതൊന്നും പരിശോധിക്കാൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർമാരില്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് പുതിയ ഡോക്ടർമാരെ വെച്ചതുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് വെറ്റിനറിയിൽ 60 ആക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അങ്ങനെ പീസ് പിന്നെ പല സ്ഥാപനങ്ങളിലും, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, അതുപോലെ തന്നെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ പീസായിട്ട് കുറേശ്ശെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ പെൻഷൻ പ്രായം കൂട്ടുകയാണ്. ഒന്നിച്ചു കൂട്ടിയാൽ യുവജനങ്ങളുടെയും യുവാക്കളുടെയും യുവതികളുടെയും വലിയ സമരവും വേലിയേറ്റവും ഒക്കെ ഉണ്ടാകുമെന്നറിയാം. അത് ഇലക്ഷന് തിരിച്ചടിയാവും. അതുകൊണ്ട് പീസ് കൂട്ടുകയാണ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ബാലഗോപാൽ ശ്രദ്ധിക്കാതെ പോകുന്നതോ ഗവൺമെൻറ് അറിയാതെ പോകുന്നതുമായിട്ടുള്ളൊരു കാര്യം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്ന 56 വയസ്സുള്ള ഒരാളിനെ 60 വയസ്സാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പെൻഷൻ പ്രായം കൂട്ടാതിരിക്കുകയൊക്കെ ഗവൺമെൻറ്റിൻ്റെ നയപരമായ പോളിസിയാണ്. അതിനകത്ത് നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം വരുന്നത് പങ്കാളിത്ത പെൻഷൻകാർ അവർക്ക് 56 വയസ്സിൽ നിന്ന് 60 വയസ്സ് വരെ നീട്ടിക്കൊടുത്തത് കൊണ്ടാണ് അവരെ പങ്കാളിത്തം എന്ന് പറഞ്ഞാക്കിയത്. പങ്കാളിത്ത പെൻഷനിൽ അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പോലുള്ള പെൻഷൻ കിട്ടാത്തത് കൊണ്ട് ഒരു 4 വർഷം അവർക്ക് നീട്ടിക്കൊടുത്തു. അപ്പോൾ ശരിക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് 56 എന്നുള്ളത് 60 ആക്കി കൊടുക്കുമ്പോൾ പങ്കാളിത്ത പെൻഷൻകാരോടൊരു നീതി നിഷേധമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് 65 വയസ്സ് വരെ നീട്ടി കൊടുക്കണം, അല്ലെങ്കിൽ 64 വയസ്സ് വരെ നീട്ടി കൊടുക്കണം. 4 വർഷം അവർക്ക് എപ്പോഴും കൊടുക്കണ്ടേ? സ്റ്റാറ്റ്യൂട്ടറിയേക്കാൾ 4 വർഷം കൂടുതലായിരിക്കണ്ടേ? അങ്ങനെയല്ലേ പങ്കാളിത്ത പെൻഷൻ്റെ സ്കോപ്പുള്ളൂ. അപ്പോൾ പെൻഷൻ പ്രായം കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് 56 എന്നുള്ളത് 60 ആക്കുകയാണെങ്കിൽ, അത് പീസാക്കിയാലും ഓരോ സ്ഥാപനം വഴിയാക്കിയാലും 60 ആക്കുകയാണെങ്കിൽ, പങ്കാളിത്ത പെൻഷൻകാർക്ക് 64 ആക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് നിയമം ഈക്വൽ ആവുന്നത്? തുല്യത വരുന്നത് എങ്ങനെയാണ്? കാരണം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ലല്ലോ. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പങ്കാളിത്ത പെൻഷൻ എടുത്ത് കളയുകയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായി ഇതെല്ലാം പാലിക്കപ്പെടുമായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 3 തരം പെൻഷൻകാരുണ്ട് സംസ്ഥാനത്ത് എന്നുള്ളതാണ്. 4 തരമുണ്ട്. അതിനകത്ത് 1 എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർ, 2 പങ്കാളിത്ത പെൻഷൻകാർ, 3 ഇപ്പോൾ അഷ്വേർഡ് പെൻഷൻകാർ വരുന്നു. പങ്കാളിത്ത പെൻഷനിലേക്ക് പോയിട്ട് ഓപ്ഷൻ കൊടുത്ത് തിരിച്ചു പോയവർ, അങ്ങനെ ഒരു ഭാഗമുണ്ട്. കുറച്ച് പേര് തിരിച്ചു പോയി, കുറച്ച് പേര് ട്രാപ്പിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ EPF കിട്ടുന്നവർ, അങ്ങനെ 5ഓളം വിഭാഗത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻകാരെ തരംതിരിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പോൾ പെൻഷൻ പ്രായം പീസായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ടും ഓരോ വകുപ്പുകളായിട്ടും അവരുടെ വകുപ്പ് മേധാവിയുടെ ലെറ്റർ വാങ്ങുന്നു, അതിനെ ക്യാബിനറ്റിൽ കൊണ്ട് വയ്ക്കുന്നു, പാസ്സാക്കുന്നു. ഇതെല്ലാം ജനാധിപത്യ വിരുദ്ധമാണ്. പെൻഷൻ പ്രായം കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ നടത്തി, ഒരു ഏകീകരണം നടത്തി പെൻഷൻ പ്രായം കൂട്ടണം. അങ്ങനെ കൂട്ടുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരുടെ പ്രായം കൂട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം.
അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻകാരുടെ പ്രായം കൂട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കാം, ഒക്കെ ചിന്തിക്കാം. അതിനകത്തൊന്നും സർക്കാരിന് ഏത് കാര്യവും എപ്പോൾ ചിന്തിക്കാനും ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇവിടെ PSCയിൽ ഡേറ്റ് പിന്നെ വർഷം കൂട്ടി കൊടുത്തല്ലോ, സ്വാഭാവികമായിട്ട് കൂടുതൽ വർഷം സർവീസ് കിട്ടണം എന്നൊക്കെ ഉള്ളത് ന്യായമാണ്. പക്ഷേ ആ ന്യായത്തിൽ വലിയ അന്യായങ്ങൾ കൂടി നടക്കുന്നു. ചില സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നു, ചിലർക്ക് കൊടുക്കുന്നില്ല. യൂണിയൻ്റെയും അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ വലിയ സാമ്പത്തിക തിരിമറിയുണ്ടെന്നേ. ഒരുപാട് ആളുകൾ പൈസ കൊണ്ട് മറിക്കും. നമ്മളിതൊക്കെ കാണുന്നതാണ്. മന്ത്രി ഓഫീസിലും അവിടെയും ഇവിടെയും നേതാക്കൾക്കുമൊക്കെ ധാരാളം പണം കൊണ്ട് മറിക്കുന്നവരുണ്ട്. പാർട്ടിക്കാരെ തിരികെ കയറ്റുന്ന പരിപാടികളുണ്ട്. ഇതൊക്കെ മതിയാക്കി ഒരു കൃത്യമായ രൂപരേഖ ഉണ്ടാക്കാൻ പെൻഷൻ പ്രായത്തെ സംബന്ധിച്ചും പെൻഷൻ ഏകീകരണത്തെ സംബന്ധിച്ചും വളരെ കൃത്യമായ രൂപരേഖ സർക്കാർ ഉണ്ടാക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. അതിലാണ് ബാലഗോപാലെ നമുക്ക് താല്പര്യം. മറ്റേലൊന്നും ഒരു താല്പര്യമില്ല. മറ്റേതൊക്കെ നിങ്ങളുടെ ആളുകളെ കയറ്റുന്നു, നിങ്ങളെ ആളുകളെ ഇറക്കുന്നു, നിങ്ങളെ ബന്ധുവാണെങ്കിൽ അവിടെ കയറ്റിയിരുത്തും, ബന്ധുക്കളല്ലാത്തവരെ പറഞ്ഞു വിടും. ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് സർക്കാരിൽ. നടന്നോട്ടെ. പാർട്ടിക്കാരാണെങ്കിൽ ഇരുത്തും, പാർട്ടിക്കാരല്ലാത്തവരെ പറഞ്ഞു വിടും. അതെല്ലാം നിങ്ങളുടെ ഏർപ്പാട്. അതൊന്നും നമുക്ക് അഭിപ്രായമില്ല. അതൊക്കെ തലവിധി, കിട്ടാത്തവൻ്റെ വിധി കിട്ടിയവൻ്റെ ഭാഗ്യം എന്ന് വിചാരിക്കത്തുള്ളൂ. ഇവിടെ അതല്ല വിഷയം. പെൻഷൻകാരുടെ കാര്യത്തിൽ ഒരു ഏകീകരണം അത്യാവശ്യമാണ്. വിവിധ തരത്തിലാണ് പെൻഷൻ ഇപ്പോൾ കിടന്ന് കറങ്ങുന്നത്. അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷനിലും ഇങ്ങനെ ഒരു അശാസ്ത്രീയത ഉണ്ട് ഇവിടെ. അപ്പോൾ പെൻഷൻ പറ്റിയവരിൽ ചില ആളുകൾക്ക് 2 ലക്ഷവും 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ വലിയ പെൻഷൻ കിട്ടുന്നു. ചില ആൾക്ക് 10,000 പോലും പെൻഷൻ കിട്ടുന്നില്ല. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു പാർഷ്യലായിട്ടുള്ള ഒരു വിഭാഗീയമായിട്ടുള്ള ഒരു സംവിധാനം, ഒരു വിഭാഗീയത പെൻഷൻ കാര്യത്തിൽ കാണുന്നു. അതുകൊണ്ട് പെൻഷൻ പ്രായം കൂട്ടുമ്പോഴും ഈ ഡിസ്പാരിറ്റി നിലനിൽക്കും. അതായത് 56 സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരെ 60 ആക്കുമ്പോൾ പങ്കാളിത്ത പെൻഷൻകാരും 60-ൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ഡിസ്പാരിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പങ്കാളിത്ത പെൻഷൻകാരുടെ പ്രായവും 64 ആക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിനെ വളരെ ലാഘവത്തോടുകൂടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ വൈസ് ഇപ്പോൾ ഡോക്ടർമാർക്ക് കൊടുത്തു, അല്ലെങ്കിൽ വെറ്റിനറിക്കാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ KMMLന് കൊടുത്തു, മറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, അങ്ങനെ പീസായിട്ട് നമ്മൾ എല്ലാവർക്കും 60 ആക്കി കൊടുക്കാം എന്നൊക്കെ പറയുന്ന വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അത് ശരിയല്ല. ഇതിൽ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പെൻഷൻ പ്രായത്തിൻ്റെ കാര്യത്തിൽ വരണം. അതുകൊണ്ട് തന്നെ പെൻഷനെക്കുറിച്ചുള്ള ഒരു ഏകീകരണ സമിതിയെയോ ഒരു കമ്മീഷനെയോ മുൻ ചീഫ് സെക്രട്ടറിമാരാരെങ്കിലും വെച്ചുകൊണ്ട് സംസ്ഥാനത്ത് ചെയ്യുന്നത് നന്നായിരിക്കും. അവരുടെ ശുപാർശകളൂടെ വെച്ചുകൊണ്ട് കൃത്യമായ ഒരു ഏകോപനം വേണം. കാരണം ഇവിടെ 56-ൽ പെൻഷൻ പറ്റുന്നവരുണ്ട്, 58-ൽ പെൻഷൻ പറ്റുന്നവരുണ്ട്, 60-ലുണ്ട്, 62-ലുണ്ട്, 65-ലുണ്ട്. എന്തൊരു നാടാണിത്! കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ, കാശുള്ളവൻ മിടുക്കൻ, സാധാരണക്കാരൻ തെണ്ടിപ്പറക്കി നടക്കണം. എന്ത് ജനാധിപത്യം, എന്ത് സോഷ്യലിസം, എന്താണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു സംസ്ഥാനത്ത്? പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ അതിനെ കൂടുതൽ നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം നിങ്ങളാണല്ലോ ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും മൊത്ത കച്ചവടക്കാരും അപ്പോസ്തലന്മാരും.